അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. തീരെ സമയമല്ല, പോകുന്നതിന് മുമ്പ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അപ്പോൾ ഒന്ന് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈസിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം നമുക്ക് ഇവന്മാരൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി, അപ്പം ആദ്യം കുക്കർ വെക്കുക. അപ്പം ഈ പച്ചക്കറികളൊക്കെ കയ്യിൽ കിട്ടിയ കുട്ടികൾ എടുത്ത് കളയുമല്ലോ. അങ്ങനെ കുട്ടികളെ കയ്യിൽ ആ പച്ചക്കറി കഷ്ണങ്ങൾ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ചോപ്പറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളെ കുക്കർ ചൂടായി വരുന്നുണ്ട്. ഞാൻ ആർക്കും പെറുക്കെടുത്ത് കളയാൻ പറ്റില്ല കേട്ടോ. അതുപോലെ തന്നെ ഇഞ്ചിയും ക്യാരറ്റും നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കുക. കുക്കറിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട സമയമായി. എണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ചെറുതായി ഇതിന് വെച്ചാൽ നമ്മൾ ഇഞ്ചിയും കൂടെ, പിന്നെ ക്യാരറ്റ്, രണ്ട് പച്ചമുളക് നെടുകെ കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ വേപ്പിൻ്റെ ഇല കഴിഞ്ഞ് നിൽക്കുന്നു കേട്ടോ. വേപ്പിൻ്റെ ഇല ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്, പക്ഷേ വേപ്പിൻ്റെ ഇല ഇല്ല. എന്താണ് ആ ഹെൽത്തി ഡിഷ് എന്തിനാ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, ഗോതമ്പ് നുറുക്കൊണ്ടുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പിന് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നല്ല ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. രണ്ട് കപ്പ് വെച്ചു. 1 കപ്പ് ഗോതമ്പ് വെള്ളമെടുക്കാം. അപ്പോൾ ആ ഗോതമ്പിക്ക് വെച്ച ബാക്കി വെള്ളം ഇവിടെ കിടന്ന് തിളക്കുന്നുണ്ട്. നമുക്ക് ചായ ഉണ്ടാക്കാം. തിളച്ച വെള്ളം ഒഴിച്ചുകൊണ്ട് പെട്ടെന്ന് തിളച്ചു. ഉപ്പിട്ടിട്ടില്ല. ചെറിയ സ്പൂണിന് എടുത്തിട്ടുണ്ട്. ഞാൻ അളന്ന് വെച്ച ഗോതമ്പ് അതിക്കിട്ട് കൊടുക്കുക. എയറൊക്കെ ക്ലിയർ ആണോ നോക്കുക. അടച്ചു വെക്കുക. ഒരൊറ്റ വിസിൽ സംഗീത റെഡി. കട്ടൻ ചായ എനിക്ക് വേറൊരു രീതിയിൽ കുടിക്കുന്ന ശീലം കൂടിയിട്ട് കേട്ടോ. 1 കപ്പ് എടുക്കുക. ആ കപ്പിലേക്ക് 1 പാക്കറ്റ് ബൂസ്റ്റ് ഇടുക. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര. പിന്നെ ഈ കട്ടൻ ചായപ്പൊടി പെടാതെ ഒഴിച്ചു കൊടുക്കുക.
ഈ കപ്പ് ഞാൻ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോൾ ഒക്കെ ചോദിക്കാൻ എന്നോട് എനിക്ക് ഇവിടെ നിന്ന് കള്ളിത്തോണി കപ്പ് കിട്ടിയതെന്ന്. അപ്പോൾ ഒറ്റ വിസിൽ മതി, നമ്മൾ ഉപ്പുമാവ് നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടും. ഇതിനെ കൂടുതൽ ഹെൽത്തി ആക്കാൻ നമുക്ക് ഇതിക്ക് നെയ്യ്, ബട്ടർ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈസിയാണ്, ഹെൽത്തിയാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു 10-15 മിനിറ്റ് റെഡി ആയി കിട്ടും കേട്ടോ. ഭയങ്കര രസമായിട്ടുണ്ടല്ലേ? അപ്പോൾ വീട്ടിൽ പോകുമ്പോൾ കുറച്ച് കയ്പ്പക്കച്ചാറ് ഉണ്ടായി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടോ. അമ്മച്ചിക്ക് നല്ല ഇഷ്ടമാണ് കയ്പ്പക്കച്ചാറ്, ഇക്കാനും അമ്മക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമുക്കൊരു കയ്പ്പക്കച്ചാറ് ഉണ്ടാക്കി നോക്കാം. നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾക്ക് വെച്ചിട്ട് തന്നെ നമുക്കത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കയ്പ്പക്കച്ചാറിനാക്കാൻ വേണ്ടി കയ്പ്പക്ക എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു പപ്പായ ഇരിക്കും. ആദ്യം നമുക്ക് ഇവനൊന്ന് ശരിയാക്കാം. ഒറ്റ കുരുമില്ല കേട്ടോ. ഇതെന്ത് പപ്പായെന്നോ? അപ്പോൾ പപ്പായയിൽ ഞാൻ ഇപ്പോൾ ഈ കുരുകളൊക്കെ എങ്ങോട്ടാണ് ഇടുക നോക്കിക്കായിരുന്നു. നോക്കുമ്പോൾ ഒറ്റ കുരുമില്ല. അതുകൊണ്ട് ആ മെനക്കേട് കുറഞ്ഞു കിട്ടി. അപ്പോൾ പപ്പായൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ജോലിക്കിടയിലൊരു എൻജോയ്മെൻ്റ് ആയിട്ട് അതവിടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ഈ കയ്പ്പക്കനൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇഷ്ടമുള്ള രീതിക്ക് അരി കേട്ടോ, പക്ഷെ കനം കുറച്ച് അരിയാണ്. വട്ടത്തിലരിയാ, നീളത്തിലരിയാ. ഞാൻ നീളത്തിലാണ് ഇപ്പോൾ അരിയുന്നത്. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം. കയ്പ്പക്ക, വെളുത്തുള്ളി ഒരു പിടി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ അച്ചാറിടാൻ നമ്മൾ ആലോചിക്കുന്ന സമയത്ത് തന്നെ ഒരു വലിയൊരു നാരങ്ങൻ്റെ വലിപ്പത്തിലുള്ള പുളിങ്ങ നമ്മൾ വെള്ളത്തിലിട്ടേക്കാം. അത് നല്ലോണം അവിടെ കടന്ന് കുതിരട്ടെ. ഇതൊക്കെ അരിയുമ്പോഴേക്കും അത് നല്ലോണം അവിടെ കടന്ന് കുതിർന്നോളും. ഇതിൻ്റെ ഉള്ളിലത്തെ കുഴി നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ ചുരണ്ടി കളയാം കേട്ടോ, ഈസി ആയിട്ട്. ഒരു സ്പൂണ് വെച്ചതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഈ കയ്പ്പക്കച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഇവിടെ കണ്ടിട്ടാണ് പഠിച്ചത് കേട്ടോ. ഇവിടുത്തെ ഉപ്പാക്ക് നല്ല ഇഷ്ടമായിരുന്നു കയ്പ്പക്കച്ചാറ്. അപ്പോൾ ഇപ്പം ഉണ്ടാക്കണ കണ്ടിട്ടാണ്, ഇപ്പാൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പഠിച്ചത് കേട്ടോ. ആദ്യമൊക്കെ കയ്പ്പക്കച്ചാറോ ഭയങ്കര കയ്പ്പായിരിക്കില്ലേ? കയ്പ്പക്കന്നെ നമുക്കൊരു കയ്പ്പാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അച്ചാറുണ്ടാക്കിയാൽ ഭയങ്കര കയ്പ്പായിരിക്കില്ല, ഇങ്ങനെ കഴിക്കുക എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. കയ്പ്പ് ഉണ്ടാവും കേട്ടോ, തീരെ കയ്പ്പ് ഉണ്ടാവില്ല എന്നല്ല, ചെറിയ കയ്പ്പുണ്ടാവും. പക്ഷെ ആ കയ്പ്പും ഒരു ടേസ്റ്റാണ്. ഇനി ഇതൊക്കെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. അങ്ങനെ അവസാനത്തെ കയ്പ്പയ്ക്ക് നമ്മൾ അരിഞ്ഞെടുത്തു. ഇത് കുറച്ച് വെള്ളത്തിൽ 5 മിനിറ്റ് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം കേട്ടോ. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകിനൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം.
ഇഞ്ചി കഴിഞ്ഞു. ഇനി വെളുത്തുള്ളി നീളത്തിൽ കണ്ടിട്ടുള്ളത്. നെടുകെ ഒരു വെട്ട് കൊടുത്താൽ മതി. ആ വെളുത്തുള്ളി ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ചിലത് ചുമന്ന മുളക് കൊണ്ട് കേട്ടോ. ഇരുന്ന് അത് ചോപ്പായിട്ടുണ്ട്. എല്ലാവന്മാരും ഞെട്ടി വേർപ്പെടുത്തിയിട്ട് ആദ്യം നെടുകെ കീറുക. ഇങ്ങനെ കീറലും പിന്നെ ഇങ്ങനെ കീറുക, അങ്ങനെ 4 കീറുക. വിഷു കഴിഞ്ഞെങ്കിലും പയ്യന്മാരിപ്പോഴും പടക്കം പൊട്ടിക്കൊണ്ടിട്ട് ഇടക്കിടക്ക് ഒന്ന് ഞെട്ടിക്കണം. പിന്നെ സ്കൂളും പൂട്ടിയതല്ലേ. അത് മാലപ്പടക്കം തോന്നാ പൊട്ടുന്നത്. അത് നമ്മൾ പുളിവെള്ളം നല്ലോണം ഞെക്കി പിഴിഞ്ഞ് അരിച്ച് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ചട്ടി നല്ല ചൂടായതിന് ശേഷം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. അച്ചാർ പെട്ടെന്ന് കേട് വരാതിരിക്കാൻ നല്ലെണ്ണ കേട്ടോ നല്ലത്. എണ്ണ ചൂടായ കടുകിട്ട് പൊട്ടിക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അവന്മാരൊക്കെ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അതവിടെ കിടന്ന് നല്ലോണം വാടട്ടെ. ആ പച്ചമുളകൊക്കെ ഒന്ന് പോയി കിട്ടുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചധികം മുളക് പൊടി, എരിവ് നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാശ്മീരി കൂടി ചേർത്തെടുക്കാം കേട്ടോ. ഇത് കളറുണ്ടായിക്കോട്ടെ. 2 സ്പൂൺ സാധാ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി. അച്ചാർ ഇങ്ങനെ ചൊകയാനിരിക്കണ്ടേ. അതിനുശേഷം നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ച കയ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം നമ്മൾ പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് കായം പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കയ്പക്ക അച്ചാറിലെ മെയിൻ സാധനം ഇതാണ് കേട്ടോ, ഉലുവ പൊടിച്ചതിട്ട് കൊടുക്കുക. ഇനി ഇതിൽ എരിവും പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണം ശർക്കര കൂടി അതിക്കിട്ട് കൊടുക്കുക. അത് ആ കയ്പക്കൻ്റെ കയ്പൊന്ന് ബാലൻസ് ചെയ്യാൻ സഹായിക്കും കേട്ടോ. പക്ഷെ അതങ്ങനെ മധുരിക്കൊന്നുമില്ല, അതൊരു ടേസ്റ്റാണ്. അങ്ങനെ നമ്മൾ കയ്പക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട് കേട്ടോ. കറക്റ്റായിട്ട്. അപ്പോൾ നനഞ്ഞ സ്പൂണൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഈ അച്ചാർ ഒരാഴ്ച വരെ പുറത്ത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ 2-3 ആഴ്ചയൊക്കെ പോകും. ഇനി ഇത് നല്ലോണം തണുത്തിട്ട് വേണം കുപ്പിയിലേക്കൊക്കെ മാറ്റാൻ. അപ്പോൾ ആവി അടച്ചങ്ങോട്ട് മൂടി വെക്കണ്ട, ഒന്ന് ചെരിച്ചടച്ച് വെക്കാം. ആവി അയക്കന്നെ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബാക്കി പപ്പായം കൂടി ആ ഒരു ഭാഗത്ത് പോയിട്ട് ഇരുന്ന് കഴിക്കട്ടെ. അപ്പം നമ്മൾ അച്ചാറൊക്കെ നല്ലോണം തണുത്തിക്കും കിട്ടും. അതായത് നമുക്ക് നല്ല കഴുകി നല്ല വെള്ളമൊക്കെ പോയിട്ട് ഉണങ്ങിയൊരു കുപ്പിക്ക് നമുക്ക് മാറ്റാം. ഇതും വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ മറ്റൊരു സാധനം കൊടുക്കും. അച്ചാറാണ്, കൈപ്പക്കയുടെ അച്ചാറാണ്. കൈപ്പക്ക അനക്കുള്ള അച്ചാറ് അങ്ങോട്ട് അവിടേക്ക് വരുമ്പോ ഈ ഒരു ഫ്രെയിമിന്റെ പ്രത്യേകത എന്താണെന്നറിയോ?
നമ്മള് 4 പേര് യൂട്യൂബേഴ്സ് ആണ്. അത് നിങ്ങൾ മറന്നിക്കണോ? ഇത് നമ്മുടെ വിജയം. ഇതുപോലല്ലേ പറയാ അത് നമ്മുടെ വിജയം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ പ്രേക്ഷകർ ഒരുപാട് പേര് ചോദിച്ചു എന്റെ ജാസ്തി കുട്ടി ഒരു യൂട്യൂബർ ആയി. അവസാനം നിങ്ങളെല്ലാരും ഭയങ്കരമായിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ അറിയുന്നുണ്ട് അല്ലേ? അതെ, ജാസ്തി കുട്ടിക്ക് എന്നാലും ഒരുപാട് ഹാപ്പി ആയിട്ടോ. പിന്നെ ഓൾ കൊറേ കാലായി ഇങ്ങനെ യൂട്യൂബിലേക്ക് വരണം, ഇത് എങ്ങനെ വരിക, നമുക്ക് എന്തൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടല്ലേ? അപ്പൊ എളുപ്പമല്ലാട്ടാന്നൊക്കെ ഇടക്കിടക്കൊക്കെ പറയും. എന്റെ വീട്ടിക്ക് നമ്മള് നോമ്പുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അന്ന് കുട്ടികളൊക്കെ അതൊന്നും ഞാൻ വെച്ചപ്പോ അലച്ച് നമ്മള് 4 ഞാൻ 3 അലച്ച്. പിന്നെ എന്റെ പെണ്ണിനെ ഞാൻ അലച്ചു. എന്റെ പെണ്ണിനെ തന്നെ ഞാൻ തന്നെ പറഞ്ഞു എന്റെ പെണ്ണിനെ. ഭർത്താവിനും കുട്ടികൾ എന്താ കാണിക്കാത്തെന്ന് എല്ലാരും ചോദിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് യൂട്യൂബിലേക്ക് വരാന് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായ പോലെ തന്നെ അവർക്കും അതുണ്ട്. നിങ്ങളുടെ മുന്നിലേക്ക് അതെ ഗൈസ്, നിങ്ങൾ ആ സ്ഫുടതയാണ് ശ്രദ്ധിക്കുന്നത്. ആള് കുറച്ചു കാലം ഞങ്ങളൊക്കെ പണ്ട് ആൾക്കാരൊക്കെ വരുമ്പോൾ ഭയങ്കര സൈലന്റ് ആയിട്ട് ഭയങ്കര ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാനിന്റെ നെബിലിറ്റി പറയട്ടെ, നമ്മളിങ്ങനെ കലപില അണ്ടേ കുറച്ച് വയറത്തെ സ്വഭാവം കൂടുതലാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കലപില എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഓ ഇവിടെ പഴയ യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ. ഡാഡിക്ക് ഞങ്ങളൊരു അല്ല നമ്മൾ പറഞ്ഞില്ല അത് മുഴുവൻ നമ്മളെ കഥ പറയട്ടെ. അതായത് അപ്പൊ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വന്ന ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിക്കണം ഞങ്ങളായിരിക്കും. ഞങ്ങൾ സംസാരിച്ച് അപ്പൊ വന്ന ആൾക്കാരൊക്കെ ഭയങ്കര ഹാപ്പി ആകും. എന്നിട്ട് പോവാൻ നേരത്തെ എന്താ പറയാ, അതായത് ഇവിടെ ചൂണ്ടിട്ട് ഇങ്ങോട്ട് തിരിയടി പറയട്ടെ. അതാണ് നിൽക്കുന്ന കുട്ടി നല്ലൊരു പാവം കുട്ടിയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ രണ്ടാളും ആരായി അത്ര നേരം വായിട്ടളിച്ച് ഓലക്ക് എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച ഞങ്ങൾ ശശി ഇവിടെ വലിയ അതെ. പിന്നെ കണ്ട ഈ മുഖത്ത് ഇതിൽ നിഷ്കളങ്കത മാറി തൂക്കി വെച്ചിട്ടല്ലേ. അതാണ്, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മളെ ജാസ്തി കുട്ടിക്ക് നിങ്ങൾ എല്ലാവരും സ്നേഹം കൊടുക്കുന്നെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ അവൾക്ക് സ്നേഹം കൊടുക്കുമ്പോൾ ഞങ്ങളെ നിങ്ങൾ മറക്കരുത്. അതാണ് ഞങ്ങൾക്ക് വേറെ പറയാനുള്ളത്. അതെ ഡിസ്ക്ലെയിമർ, ഞങ്ങളിങ്ങനെ മറക്കരുത് എന്നുള്ളതും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈകിട്ടാണോ ഇതിലൂടെ അറിയിച്ചു കൊള്ളുന്നത്. അതാണ് കാണിച്ചോ ഫ്രഷർ കാണിച്ചു ഒരേ ഒരു കടി. അതാണ് ഇതിനാണ് ഒന്നൊന്നര കടി എന്ന് പറയാ. കുറച്ച് ദിവസം എന്റെ കിച്ചണത്തെ വീഡിയോക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൂ. പുറത്തേക്ക് ഇറങ്ങുന്ന വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. ആള് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറെ കുക്കിങ്ങും അതിന്റെ കുറെ റെസിപ്പീസും കാര്യങ്ങളൊക്കെ അറിയാം. പിച്ച വെച്ച് തുടങ്ങുന്ന ആളല്ലേ, അപ്പൊ അതിൻ്റെതായ ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ ആള് ട്രാക്കിക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല റെസിപ്പീസ് കിട്ടും. ആള് ഭയങ്കര നല്ല കുക്കാ ആള്. ഞാൻ വീണ്ടും ചമ്മന്തി അരച്ചാൽ പോലും ഭയങ്കര അത് ഓൾ എന്തുണ്ടാക്കിയാലും ഭയങ്കര ടേസ്റ്റ്. ഞങ്ങളെ വാപ്പാന്റെ കൈപ്പുണ്യം അങ്ങനെ കിട്ടിയിരിക്കുന്നത് ഓൾക്കാണ് മിക്കവാറും. അപ്പൊ ട്രാക്കിക്ക് ഇറങ്ങിയ പിന്നെ ആള് പുലിയൊക്കെ നിങ്ങൾക്ക് ജാസ്മിറ്റി അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരും. അതുവരെ ഓളെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.